ഹലോ ഫ്രണ്ട്സ്, അനയാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിനായിട്ട് കൊടുത്തുവിടാൻ പറ്റിയൊരു സിമ്പിൾ എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റൈസ് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. റൈസ്, ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത്, 2 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, മല്ലിയില ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, ബീൻസ് ചെറുതായി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി ചോപ്പ് ചെയ്തത്, 3 മുട്ട. അപ്പം ഞാൻ ഇത്രയും വെജിറ്റബിൾസാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പം നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ 3 മുട്ട ഒന്ന് തോരൻ വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം കേട്ടോ. അപ്പം നമുക്ക് മുട്ട ഇതിലേക്ക് ഓയിലിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റൈസ് നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് തോരൻ വെക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മളൊരു 1/4 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം മറ്റ് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല ഞാൻ. അപ്പം ഞാൻ കുരുമുളക് പൊടി മാത്രമാണ് എരിവിന് ഇതിൽ ചേർക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ മക്കൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ പച്ചമുളക് ചേർക്കാം. അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ചിക്കി തോരനാക്കി എടുക്കാം. അപ്പോൾ ഇത് തോരനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ആ മുട്ട തോരൻ വെച്ച് ആ പാനിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഈ ഓയിലിന് പകരം നമുക്ക് നെയ്യോ സൺഫ്ലവറോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം അതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി ഒന്ന് ഒരുവിധം വഴന്ന് വരുന്ന ഒരു ടൈമിൽ നമ്മൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ബീൻസും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും പിന്നെ 2 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ല രീതിയിലങ്ങ് വഴന്ന് പോകണ്ട, അതായത് നല്ല രീതിയിൽ വെന്ത് കിട്ടേണ്ട, ഒരു 1/4 ഭാഗത്തോളം വെന്താൽ മതി കേട്ടോ. അപ്പം വെജിറ്റബിളും 1/4 ഭാഗത്തോളം ഒന്ന് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ റൈസിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്, മുട്ടയിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്, വെജിറ്റബിളിലും കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള 1/4 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഗരം മസാല ഒരു 1/4 സ്പൂൺ. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പൊടിയുടെ പച്ചമണം മാറി നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട തോരൻ വെച്ചിരിക്കുന്ന ആ മുട്ട ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ റൈസ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് നമുക്കിതിൽ ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. കുറവാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു എഗ് ഫ്രൈഡ് റൈസാണ്. തലേന്ന് എല്ലാം നമ്മളൊന്ന് റെഡിയാക്കി വെച്ചാൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റിലൂടെ ഒന്ന് അഭിപ്രായം അറിയിക്കുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.